എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ, VIP-കൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ, ഇവരൊക്കെ ഒരു ചെറിയ പരാജയം വന്നാലും അവർക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ജീവൻ വെടിഞ്ഞവരുണ്ട്. അതുപോലെ പലതരം പ്രയാസങ്ങളിൽപ്പെട്ട് തകർന്നടിഞ്ഞു പോയവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സാധാരണയായിട്ട് പത്രവാർത്തകളൊക്കെ വായിക്കുമ്പോൾ, ഇവരെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ സാധാരണയായി ആൾക്കാർ പറയുന്ന ഒരു അഭിപ്രായമുണ്ട്, അവർക്ക് ഇതിലും ചെറിയ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവർക്കെല്ലാം ഇല്ലാതെ പോയില്ലല്ലോ, അവർക്ക് ഇനിയും ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതുപോലെ നശിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ പറയാൻ വന്ന ഒരു പോയിൻ്റ്, പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ പ്രശസ്തി ഒട്ടേറെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു വലിയ സത്യം മനസ്സിലാക്കാതെ പോകരുത്, അല്ലെങ്കിൽ അവർ നശിച്ചു പോകും. കാരണം പ്രശസ്തി ഒരുപാട് വേണം എന്നാഗ്രഹിക്കുന്നവർ, അവർ അത് മാത്രം സ്വപ്നം കണ്ടിട്ട് അവരുടെ മനസ്സിലേക്ക് അത് മാത്രം കൂടുതൽ ഫോക്കസ്ഡായി അവർ അതിനുവേണ്ടി മാത്രം, പ്രശസ്തിക്ക് വേണ്ടി വളരെ വലിയ വില കൂടിയ കാറുകൾ അല്ലെങ്കിൽ ബംഗ്ലാവുകൾ അല്ലെങ്കിൽ വലിയ തോട്ടങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്, ഇങ്ങനെയുള്ളതിലെല്ലാം മുതൽ മുടക്കി അവർ പ്രശസ്തരാകാനും പത്രവാർത്തകൾ വരാനും സോഷ്യൽ മീഡിയയിലുള്ള ന്യൂസുകൾ നിറയാനും എല്ലാം അവർ ശ്രദ്ധിക്കും. അങ്ങനെ അവരുടെ മനസ്സ് നിറയെ എങ്ങനെ പ്രശസ്തി നേടാം, എങ്ങനെ മുന്നിൽ നിൽക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യം, ഇനി ഇതിൻ്റെ നേരെ എതിരായിട്ട് എന്തെങ്കിലും ഒരു സംഭവം, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തോൽവിയോ ഒരു ബിസിനസ്സിലൊരു പരാജയമോ അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിക്ക് കോട്ടം വരുന്ന എന്തെങ്കിലും ചെറിയ വിവാദങ്ങളോ ഒക്കെ വന്നാൽ അവർക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവർ പ്രശസ്തിയുടെ കാര്യങ്ങൾ തലയിൽ മുഴുവൻ നിറച്ചു കഴിഞ്ഞു. എന്നിട്ട് അപ്രശസ്തിയുടെ അല്ലെങ്കിൽ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ തോൽവിയുടെ ഒരു കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സിന് കഴിയത്തില്ല. വളരെ ഉയർന്നു നിൽക്കുന്ന അവർ, അവരുടെ ഉയർച്ചയുടെ ഒരല്പം മങ്ങൽ വന്നാൽ പോലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ മനസ്സ് നിറയെ പ്രശസ്തിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. അപ്പോൾ അപ്രശസ്തിയുടെ അല്ലെ തോൽവിയുടെ പരാജയത്തിൻ്റെ ചിന്തകൾ അവർക്ക് അവരുടെ മനസ്സിലേക്ക് വന്നാൽ അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർ തകർന്നടിഞ്ഞു പോകും. അതായത് നാം ഏത് കാര്യത്തിലാണോ മനസ്സ് കൂടുതൽ ബലം കൊടുക്കുന്നത്, അതിനൊരു കോട്ടം വന്നാൽ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതായത് അതൊരു ബാലൻസ്ഡ് ബ്രെയിൻ അല്ല, അതൊരു സന്തുലിതമായിട്ടുള്ള മനസ്സല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത്, പ്രശസ്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുവശത്ത് ദോഷങ്ങളും കോട്ടങ്ങളും വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ കുടുംബത്തോടെ മുഴുവനും ജീവൻ കളയുന്ന ഒരു പ്രതിഭാസം കേരളത്തിലൊക്കെ കാണുന്നുണ്ട്. അവർ ഓർക്കേണ്ടത്, കേരളത്തിൽ ഇപ്പോഴും ജോലിക്ക് ആളിനെ കിട്ടാനില്ലാത്ത ചില ജോലികളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് വേലയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ വീടുകളിൽ ഡ്രൈവർമാരായിട്ട് ജോലിക്ക് പോകുന്നത്, ഇങ്ങനെ പലതരം ജോലികൾക്ക് എപ്പോഴും ഡിമാൻഡുണ്ട്. പക്ഷേ ഈ പ്രശസ്തരായി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സുഖത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരല്പം കൂടി താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന കാര്യം അവർക്ക് ഓർക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവർ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ടാണ്, അവരുടെ മനസ്സ് ഫ്ലെക്സിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ വലിയ വിപത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, അവിടെ ഒരു പതനത്തിൻ്റെ സാധ്യതയുമുണ്ട്. ആ പ്രശസ്തിയുടെ അല്ലെങ്കിൽ തോൽവിയുടെ, പരാജയത്തിൻ്റെ, അങ്ങനെയുള്ള വീഴ്ചയുടെ അവിടെ ഒരു സാധ്യത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മനസ്സ് മുഴുവനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് തോൽവി ഒട്ടുമേ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വരും.